Hi all, motion in plane പാർട്ട് 2 എൻട്രൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, നിങ്ങളൊന്ന് വായിച്ചോ. 2 particles A and B are moving in uniform circular motion in concentric circles of radii RA and RB with the speed VA and VB. Their time period is same. Ratio of angular speed of A to B. അപ്പോൾ ആംഗുലാർ സ്പീഡിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നാണ് അല്ലേ. അപ്പോൾ ഒമേഗ ഈക്വൽ ടു 2π എഴുതി. എന്താണ് ന്യൂ എന്ന് പറഞ്ഞാൽ 1/t എന്നാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇവിടെ കേസിൽ ടി സെയിം, രണ്ട് പേരുടെ എന്ത് സെയിം ആണ്? ടി സെയിം ആണ്. അപ്പോൾ ടി സെയിം ആണ്, 2π സെയിം ആണ് അല്ലേ. അപ്പോൾ ഒമേഗ രണ്ടുപേർക്കും സെയിം അല്ലേ? ഒമേഗ രണ്ടുപേർക്കും സെയിം ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ഒമേഗാസ് അല്ലേ ചോദ്യം. റേഷ്യോ ഓഫ് ഒമേഗാസ് എത്രയായിരിക്കും? 1:1. പടിപൊളിയല്ലടാ. അപ്പോൾ 1:1 എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. എളുപ്പമല്ലേ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ്, പേടിപ്പിക്കൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചു നോക്കും. ഇൻ ദ ഗിവൺ ഫിഗർ എ ഈസ് ഈക്വൽ ടു 15 m/s². ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പിക്ചറിൽ എ. ഇനി ഇറ്റ് റെപ്രസെൻറ്റ്സ് ടോട്ടൽ ആക്സലറേഷൻ. ഇനി അടുത്തെന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആർ തന്നിട്ടുണ്ട്. ഇനി സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ എത്ര എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ഈ വെലോസിറ്റിയെ ഇങ്ങനെ എ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ ഒരു 30 ഉണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എ കോസ് തീറ്റ ആയിരിക്കും. എ കോസ് 30 ആയിരിക്കും അല്ലേ. ആർക്കും ഡൗട്ടില്ലല്ലോ. ഇനി അഡ്ജസൻറ്റ് കമ്പോണൻ്റാണ്. ഇതെങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? സെൻട്രലോട്ടല്ലേ. അപ്പോൾ അതായിരിക്കും സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അപ്പോൾ എ കോസ് 30 എന്ന് പറയുന്നത് ഇവിടുത്തെ സെൻട്രിപെറ്റൽ ആക്സലറേഷനാണ്. പേടിച്ചില്ലാരും. ഇനി എ അതുപോലെ എഴുതി. കോസ് 30 എന്ന് പറഞ്ഞാൽ സൈൻ 60 ഈക്വൽ. അപ്പോൾ √3/2 ഈസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. എന്താണ്? v²/r എന്നാണ്. ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്നത് v എത്ര എന്നാണ്. ആരും പേടിക്കുന്നില്ല. ഇതിൽ വാല്യൂസ് ഇടാൻ നമുക്ക്. എയുടെ ആൻസർ 15 എന്നാണ്. 15√3/2 ഈസ് ഈക്വൽ ടു v²/r. ആൻസർ 2.5 എന്നാണ്. നമുക്ക് ക്രോസ് ചെയ്യാം. v² ഈക്വൽ ടു 2.5 ഇൻറ്റു 15√3 എന്നാണ്. അപ്പോൾ v² ഈക്വൽ ടു 2.5 ഇൻറ്റു 15√3/2 എന്നാണ്. അപ്പോൾ വിയുടെ ആൻസർ എത്ര വരും? ഇതിൻ്റെ റൂട്ട് അല്ലേ. അപ്പോൾ √2.5 ഇൻറ്റു 15√3/2 എന്നാണ്. ഇനി നമുക്ക് 15/2 7.5 ആണ്. അപ്പം നമുക്ക് ചെയ്തു വരാം. √2.5 ഇൻറ്റു 15/2 എന്ന് പറഞ്ഞാൽ 7.5. ഇനി √3 അതുപോലെ എഴുതി. ഇനി ഞാനിവിടെ എഴുതാം. വി ഇസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ നോക്കി പറയുക, 2.5 അതുപോലെ എഴുതി ഇൻറ്റു 7.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 2.5 ആണ് അല്ലേ. ബാക്കി √3 എന്ന് പറഞ്ഞാൽ എത്ര? 1.7. ഓക്കെ, പേടിച്ചില്ലാരും. ഇനി 1.732 എന്നാണ്. ഓക്കെ, അത് തന്നെ ഇട്ടേക്കാം. ഇനി അതിനൊരു കൺഫ്യൂഷൻ വേണ്ട. ഇനി 2.5 അകത്തുണ്ടല്ലേ. അപ്പോൾ ഒരെണ്ണം വെളിയിലെടുക്കാം. അപ്പോൾ 2.5 എടുത്തു. ഇനി 3 ഇൻറ്റു 1.7. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ഇട്ടാതെ 1.7 ഇൻറ്റു 3 എത്ര വരും? 5.1 അല്ലേ. 5.1. ഇനി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.5 ഇൻറ്റു 5.1ൻ്റെ റൂട്ട് എത്ര വരും? ഒരു 2.2 ഒക്കെ വരും. 2.2 2.3 റേഞ്ചിൽ വരും. അപ്പോൾ നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം മക്കളെ. 22 ഉണ്ട്, 25 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യാം. 50 55 അല്ലേടാ. ഇനി ഡെസിമിനേഷൻ 2 അപ്പോൾ 5.5 അതിനോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 5.7 ആണ്. ഓക്കെ, ഷാർപ്പായിട്ട് ചെയ്ത് സമയം കളയരുത്. നമ്മൾ ഒരു റൗണ്ട് ഫിഗർ മോഡലിൽ ചെയ്തു പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. പ്രയാസപ്പെട്ട മക്കളെ. ഇപ്പോൾ ടെൻഷൻ അടിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇതിനകത്ത്. നമ്മുടെ ഒരു ആക്സലേഷൻ തന്നിട്ടുണ്ട്. അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്പോണൻ്റാണ് സെൻറ്ററിലോട്ട് ഇരിക്കുന്നത്. അത് അഡ്ജസൻറ്റ് കമ്പോണൻ്റാണ്. അത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ആൻസർ v²/r ആണ്. എന്നിട്ട് നമുക്ക് v കണ്ടുപിടിക്കാം. ഇതിനകത്ത് എന്ത് പ്രയാസമായിരിക്കും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് r when angle of projection is 40.
തീറ്റയുടെ വാല്യൂ 40 ആയിരിക്കുമ്പോൾ റേഞ്ച് 6 ആണ്. ഫോർ ദ സെയിം വെലോസിറ്റി പ്രൊജക്ഷൻ ആൻഡ് റേഞ്ച് അതർ പോസിബിൾ ആംഗിൾ, നമുക്കറിയാമെന്നുള്ളതല്ലേ എന്താണ്, നമ്മൾ അതേ വെലോസിറ്റിയിൽ തന്നെ വീണ്ടും പ്രൊജക്റ്റ് ചെയ്യാണ്. ഇനി ആംഗിൾ എത്ര വെച്ച് വിട്ടാൽ 6 സെയിം തന്നെ വരുമെന്ന്. അപ്പോൾ ടു ഗെറ്റ് ദ സെയിം റേഞ്ച് ദ ടു ആംഗിൾസ് ആർ തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആംഗിൾ ഇവിടെ 40 ആണ്. അപ്പോൾ രണ്ടാമത്തത് 90 മൈനസ് 40, അതായത് 50. എളുപ്പം ക്വസ്റ്റ്യൻ, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, അടിപൊളിയല്ലേ? സോ വാട്ട് ആർ ദ ടു ആംഗിൾസ് ഫോർ ഗെറ്റിംഗ് ദ സെയിം റേഞ്ച്? തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ, അത്രേ ഉള്ളൂ. ആ പോയിന്റ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. 2 പാർട്ടിക്കിൾസ് എ ആൻഡ് ബി ഹാവിങ് ഡിഫറൻറ്റ് മാസസ്. 2 പാർട്ടിക്കിൾസ് ഉണ്ട്, രണ്ടിൻ്റെ മാസ് ഡിഫറൻ്റ് ആണ്. ആർ പ്രൊജക്റ്റഡ് ഫ്രം എ ടവർ വിത്ത് സെയിം സ്പീഡ്. ഒരു ടവറിൻ്റെ മണ്ടയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു ഒരേ സ്പീഡിൽ. എ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ്, ബി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട്. നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇതാണ് ടവറിൻ്റെ ടോപ്പ് ലെവൽ എന്ന് വെച്ചോളൂ. ഓക്കെ, അവിടെ നിന്ന് യു വെലോസിറ്റിയിൽ ആദ്യത്തെ ബോഡിയെ മേലോട്ട് എറിയുന്നു. എ എന്ന് പറയുന്ന ബോഡിയെ മേലോട്ട് എറിയുന്നു. ഓക്കെ, അത് തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ വെലോസിറ്റി അപ്പർ മോസ്റ്റ് പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി 0. എന്നിട്ട് തിരിച്ച് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വരും. അത് കഴിഞ്ഞിട്ട് താഴെ ചെന്ന് തറയിൽ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹിറ്റ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ. അപ്പോൾ ഈ താഴോട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ നോക്കിയാൽ യുവിൻ്റെ വാല്യൂ യു തന്നെ താഴോട്ടാണ് വരുന്നത്, ഗ്രൗണ്ടിൽ വന്നിടിക്കുന്നു. രണ്ടാമത്തെ ബോഡി ബി എന്ന് പറയുന്ന ബോഡി ഇതേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് യു വെലോസിറ്റിയിൽ താഴോട്ട് എറിയുന്നു. ഓക്കെ, ഇപ്പം തന്നെ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് യു വെലോസിറ്റിയിലാണ് ഫസ്റ്റ് ബോഡി താഴോട്ട് വരുന്നത്, സെക്കൻഡ് ബോഡിയും താഴോട്ട് വരുന്നത് യു വെലോസിറ്റിയിലാണ്. അപ്പോൾ രണ്ടുപേരും തറയിൽ ചെന്നിടിക്കുന്ന വെലോസിറ്റി സെയിം ആയിരിക്കും. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? v² മൈനസ് u² ഈക്വൽ ടു 2as എന്നാണ് അല്ലേ? ഇതിൽ രണ്ട് സാധനങ്ങളും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഗ്രൗണ്ട് വരെ സഞ്ചരിക്കുന്ന ദൂരം സെയിം ആണ്. രണ്ടുപേർക്കുണ്ടാകുന്ന ആക്സലേഷൻ 9.8 ആണ്. 2 സെയിം ആണ്. ഇനി രണ്ടുപേരുടെ യു സെയിം ആണ്. അപ്പം നാച്ചുറലി തറയിൽ വന്ന് ഇടിക്കുന്ന വെലോസിറ്റിയും സെയിം ആയിരിക്കണം. അതിനകത്ത് ടെൻഷൻ വേണ്ടി ഒന്നുമില്ല. നമ്മുടെ ഈ ലെവലിൽ നിന്ന് ആദ്യത്തെ ബോഡി യു വെലോസിറ്റിൻ്റെ താഴോട്ട് വരുന്നു, രണ്ടാമത്തെ ബോഡി താഴോട്ട് വരുന്നു. തറയിൽ വന്നിരിക്കുന്നത് ഒരേ വെലോസിറ്റിയിലായിരിക്കും. അവിടെ മാസ് ഒരു ഫാക്ടറേ അല്ല. അപ്പോൾ ആൻസർ ഏതാണ്? വെലോസിറ്റി ഓഫ് എ ആൻഡ് ബി സെയിം. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി അറ്റൈൻ സെയിം വെലോസിറ്റി എന്നാണ്. അടിപൊളിയല്ലടാ. അപ്പോൾ സി ആണ് ഇതിൻ്റെ ആൻസർ. എങ്ങനെയുണ്ട്? പേടിക്കില്ല, ഇതൊന്നും തിരിച്ചളയരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. റേഷ്യോ ഓഫ് ആംഗുലാർ സ്പീഡ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ടു അവർ ഹാൻഡ് ഓഫ് എ വാച്ച്. ആംഗുലാർ സ്പീഡാണ്, ഒമേഗയാണ് ചോദ്യം. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πν എന്നാണ് അല്ലേ? അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 2π എഴുതി, ന്യൂ എന്ന് പറഞ്ഞാൽ 1/t. ഇനി ആദ്യം ഏത് സെക്കൻഡ് ഹാൻഡ് ആണല്ലേ? ആ സെക്കൻഡ് ഹാൻഡിൻ്റെ ഒമേഗ നമുക്ക് ω1 എന്ന് വിളിക്കാം. 2π. നോക്കൂ, സെക്കൻഡ് സൂചി ഒരു പ്രാവശ്യം കറങ്ങി വരാൻ എത്ര സമയം എടുക്കും? സെക്കൻഡ് സൂചി ഒരു പ്രാവശ്യം കറങ്ങി വരാൻ 1 മിനിറ്റ് എടുക്കും അല്ലേ? അപ്പോൾ 1 മിനിറ്റാണ് എടുക്കുന്നത്, അതായത് 60 സെക്കൻഡ്. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് അവർ ഹാൻഡിൻ്റെ കാര്യമാണ്. അവർ ഹാൻഡിൻ്റെ ω2 ആണെന്നിരിക്കട്ടെ. 2π ബൈ അവർ ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങി വരുമ്പോൾ, എത്ര സമയം എടുക്കും പറയും? അവർ ഹാൻഡാണ്, ആലോചിച്ച് പറഞ്ഞാൽ മതി. അവർ ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങി വരാൻ 60 മിനിറ്റ് എടുക്കും അല്ലേ? അപ്പോൾ 60 മിനിറ്റ് എടുക്കും. ആണോ? അവർ ഹാൻഡാണ്, മിനിറ്റ് ഹാൻഡല്ല. അവർ ഹാൻഡാണ്. അവർ ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങി വരുമ്പോഴത്തേക്ക് 12 മണിക്കൂർ എടുക്കും. അപ്പോൾ 12 അവർ എടുക്കും. അപ്പോൾ 2π 12 എഴുതി. 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഇൻറ്റു 60, 3 സെക്കൻഡ്. അപ്പോൾ ഒമേഗാസ് അറിയാം. ഇനി റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. ω1 ഈസ് ടു ω2 എത്രയെന്നാണ് ചോദ്യം. രണ്ടിൽ കോമൺ ഉള്ളത് അങ്ങ് കളഞ്ഞിട്ട് ബാക്കി ചെയ്യുക. ആദ്യത്തേൽ എല്ലാം പോയി, ബാക്കി ഇനി അല്ലെങ്കിൽ ഞാൻ സ്ട്രൈറ്റ് ചെയ്യാം. 2π ബൈ 60 ഡിവൈഡ് ബൈ അടുത്തത്. അപ്പോൾ ഇൻറ്റു 12 ഇൻറ്റു 60 ഇൻറ്റു 60 ബൈ 2π അല്ലേ?
2π ക്യാൻസൽ ചെയ്തു, 60 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്ര 720 എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ 720 എന്ന് പറഞ്ഞാൽ 720/1. അപ്പോൾ 720:1 എന്നാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ 720:1 എന്നാണ്. പേടിക്കല്ലേ. അപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെറിയ ക്വസ്റ്റനാണ്. സെക്കൻഡ് സൂചി ഒരു പ്രാവശ്യം കറങ്ങി വരാൻ 1 മിനിറ്റ് എന്ന് 60 സെക്കൻഡ്. ഇനി അവർ ഹാൻഡാണ്, മിനിറ്റ് ഹാൻഡല്ല, അവർ ഹാൻഡാണ്. അവർ ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങി വരുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കും? 12 മണിക്കൂർ എടുക്കും. അപ്പോൾ 12 മണിക്കൂറിന് സെക്കൻഡിലോട്ടാക്കുക. ദാറ്റ്സ് ഓൾ. എന്നിട്ട് രണ്ടിൻ്റെയും ഒമേഗാസ് തമ്മിലുള്ള റേഷ്യോ എടുക്കുക. തെറ്റിക്കല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എമംഗ് ദ ഫോളോയിങ് ഈസ്? ഇതിനകത്ത് സ്കേലാർ ക്വാണ്ടിറ്റി ഏതാണ്? വെയിറ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വെക്ടറാണ്, ശരിയല്ലേ? ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് വെക്ടറാണ്. എന്താ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്, അല്ലേ നമ്മൾ എടുക്കുന്നത്. ഇത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്കേലാറാണ് അല്ലേ? അതിൻ്റെ ഗ്രേഡിയൻറ്റ്. അപ്പം ഗ്രേഡിയൻ്റ് ഓഫ് സ്കേലാർ എന്ന് പറയുന്നത് ഒരു വെക്ടറായിരിക്കും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഒരു വെക്ടറാണ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇതാണ് കോൾഡ് റീജിയനിൽ നിന്ന് ഹോട്ട് റീജിയനിലോട്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇപ്പം നശിപ്പിക്കരുത്, നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഡയറക്ഷൻ കോൾഡ് റീജിയനിൽ നിന്ന് ഹോട്ടർ റീജിയനിലോട്ടാണ് ബോഡിയുടെ. ഇനി ഗ്രേഡിയൻ്റ് ഓഫ് ഒരു സ്കേലാർ എപ്പോഴും എന്തായിരിക്കും? വെക്ടർ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ രണ്ടാമത്തതും വെക്ടറാണ്. ഇനി എലിമെൻ്ററി ഏരിയ. അപ്പോൾ ഏരിയ സാധാരണഗതിയിൽ ഒരു സ്കേലാറാണ് അല്ലേ? ഇനി ചില സിറ്റുവേഷനിൽ മാത്രമേ ഏരിയ വെക്ടർ എന്ന് ഉപയോഗിക്കാറുള്ളൂ. അപ്പോഴത് വെക്ടറാണ്. ഇപ്പം സാധാരണഗതിയിൽ പറഞ്ഞാൽ അത് സ്കേലാർ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബി അതെന്ന് പറയുന്നത് വെക്ടറാണ്. അപ്പോൾ 3 വെക്ടറാണ്. അപ്പോൾ സ്കേലാർ ഏതാണ്? എലിമെൻ്ററി ഏരിയ ആണ്. അപ്പോൾ സി ആണ് ഇതിൻ്റെ ആൻസർ. സ്കേലാർ ക്വാണ്ടിറ്റി ഏതാണ്? ശ്രദ്ധിക്കുക. നല്ല ഒരു 1-2 പോയിന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ പാരലൽ? ഈ പാരലൽ വെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല എളുപ്പമാണ്. 2 വെക്ടർ കാണും. ആദ്യത്തെ ഏതെങ്കിലും ഒരു വെക്ടറിനെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തായിരിക്കും അടുത്ത വെക്ടർ. അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ തന്നെ ഇവിടെ നേരെ നോക്കിയാൽ ഈ ലാസ്റ്റ് പെയർ നോക്കിയേ. ലാസ്റ്റ് പെയർ i-5j എന്നാണ്. അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2i - 10j എന്ന് കിട്ടുന്നു അല്ലേ? അപ്പോൾ ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ അടുത്ത് കിട്ടും. അപ്പോൾ പാരലായിരിക്കും. അപ്പോൾ ആക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ദ ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ ഈസ് √3x - gx²/2. ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ്. നല്ലൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ദ ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം. y = √3x - gx²/2. നമ്മൾ പഠിച്ചതല്ലേ പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ചതാണ്. എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? y = tan θx - gx²/2. നിങ്ങൾ പഠിച്ച ആ ഫോർമാറ്റ് gx²/2 പിന്നെ u² cos²θ. ഇതാണ് നിങ്ങൾ പഠിച്ച ഫോർമാറ്റ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊജക്ടൈലിൻ്റെ കേസിൽ പ്രൂവ് ദാറ്റ് പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. ആ സമയത്ത് നമ്മൾ പഠിച്ച ആ ഡെറിവേഷൻ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ tan θx - gx²/2 പിന്നെ u² cos²θ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തേ. x y ഇനി tan θ = √3. കണ്ടോ? അപ്പോൾ തീറ്റ എത്ര? ടാൻ എത്രയാണ്? 60 ആണ് √3 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി നമുക്ക് വേറെ രീതിയിൽ എന്ത് പറയാം? പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ π/3 റേഡിയൻ. ആൻസർ ഏതാണ്? π/3 എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടോ? ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഷൻ ഇൻ പ്ലെയിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തീർന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു. ഹെൽപ്പ് ചെയ്യുക. എന്താണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ എനിക്ക് ഈ പ്രോസസ്സ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇനിയും മറ്റൊരു ചാപ്റ്ററുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.